അനങ്ങിയില്ലെങ്കിൽ കാര്യം ഗുരുതരമാ. പണ്ഡിതന്മാരുടെ ബാധ്യതയിൽ പ്രധാനപ്പെട്ട ഒരു ബാധ്യത തന്നെയാണെന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരുപാട് ബാധ്യതകൾ പണ്ഡിതന്മാർക്കുണ്ട്. കിതാബ് പഠിച്ച, ഗഹനമായി ചിന്തിച്ച് മനസ്സിലാക്കി, ഫത്വകൾ നൽകി, ആവശ്യമായ മസലകൾക്ക് മുഴുവനും മറുപടി പറയുന്ന നല്ലൊരു വിഭാഗം നിലനിൽക്കുന്നതോടുകൂടെ തന്നെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന സംഘം, വിഭാഗം പണ്ഡിതന്മാരിലുണ്ടാകണം. പണ്ഡിതന്മാർക്ക് അത് കൃത്യമായി വരച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. മറിച്ച് ജാഹിലീങ്ങളായിരിക്കുന്ന ആളുകളാണ് രംഗത്ത് വന്ന് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നെങ്കിൽ പെടുക്കും. ഒരു സംശയമില്ല. ആ വിഷയത്തിലൊക്കെ അബദ്ധങ്ങൾ ധാരാളം നമുക്ക് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പടർന്നൊരു മേഖല. ഒറ്റ കാര്യം പറഞ്ഞത്, മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും മുജ്തഹിദുകളാണ്. അപൂർവം ചില ആളുകൾ മാറ്റിവെച്ചാൽ ആലിമീങ്ങളാണെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രവർത്തനങ്ങൾ മഹാനായ പ്രവാചകൻ അവരിൽ വീതിച്ചു. പ്രവർത്തനങ്ങളിൽ മഹാന്മാരായ സ്വഹാബത്തിനെ ഓരോ വിഭാഗത്തിനെയും അല്ലാഹുവിന്റെ റസൂൽ മാറ്റി നിർത്തി. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ സമുദായം ഇത്രയും വളർന്നു പന്തലിച്ചിട്ടുള്ളത്. അത് ഇന്നും അനിവാര്യമാണ്, ആവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാ. ഇല്ലെങ്കിൽ ഈ സമുദായം നശിക്കും. പണ്ഡിതന്മാര് നേതൃത്വം നൽകാത്ത കാലത്തോളം ഈ സമൂഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ രംഗത്തും പണ്ഡിതന്മാര് കടന്നു വന്ന് പ്രവർത്തിക്കണം. അപ്പോഴേ ഇസ്ലാമിന്റെ തനതായ രൂപം ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. മുഖ്യ അതിഥിയായി സംഗമത്തിനെത്തിയ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ മർക്കസ് സയൻസ് കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തി. മർക്കസുമായി വളരെ ഫ്രണ്ട്ലി കോണ്ടാക്ട്സ്, നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഹിസ് എക്സലൻസി കെ ശങ്കരനാരായണൻ. മർക്കസിന്റെ 33 വർഷത്തെ പ്രവർത്തനം വളരെ പ്രധാനമായി 3 കാര്യമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഒന്നാമതായി മത, ഭൗതിക, സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസ രീതി വളരെ ഉയർന്ന പ്രശസ്തമായ നിലയിൽ നടത്തുകയും അതുവഴി ഇവിടെ വിദ്യാഭ്യാസമുള്ള ആയിരക്കണക്കിന് ആളുകളെ വാർത്തെടുക്കാൻ കഴിയുകയും ചെയ്തു. രണ്ടാമതായി മർക്കസ് നേടിയെടുത്ത മറ്റൊരു നേട്ടം മർക്കസിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ഇസ്ലാം മാത്രം പഠിപ്പിക്കുന്ന ശരീഅത്ത് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ സ്ഥാപനങ്ങളിലും വിവിധ മതത്തിൽപ്പെട്ടവർക്കും മതമില്ലാത്തവർക്കും പ്രവേശനം നൽകി അവരോട് ഫീസ് വാങ്ങാതെ സൗജന്യമായി ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കി ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് അവർക്കും പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക വഴി മതസൗഹാർദ്ദത്തിനും മതമൈത്രിക്കും വലിയ ഒരളവോളം ഈ മർക്കസിന് പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. മൂന്നാമതായി പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന അതിമഹത്തായ ഗുണം അത് ലോകം മുഴുക്കെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർജിയുടെ
ഭരണപരിധിയിൽ അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്ക് പ്രധാനമന്ത്രി അടക്കം ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും എല്ലാവരും സ്വീകരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ അനിവാര്യമായത് അനുവദിച്ചു കിട്ടുന്നതിനും അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്നതിനും എല്ലാം ശുപാർശ ചെയ്യണമെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ മഹാരാഷ്ട്ര ഗവർണർ ശ്രീ ശങ്കരനാരായണൻ ജി അവർക്ക് കൃതജ്ഞത അറിയിക്കുകയും സന്തോഷമറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഞാൻ വളരെ നിഷ്കളങ്കമായ നിറഞ്ഞ മനസ്സോടും അഭിമാനത്തോടും ആദരവോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ടാണ്. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ 110 കോടി ജനങ്ങളുണ്ട്. 110 കോടി. ചൈന കഴിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആരെങ്കിലും 33 വർഷക്കാലം കൊണ്ട് ഇത്ര യുവത്വം തുളുമ്പി നിറഞ്ഞ് പതഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഉസ്താദിനല്ലാതെ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? ആർക്കാ സാധിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന് 33 വർഷക്കാലം കൊണ്ട് ഇത് വളർത്തിയെടുക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കാന്തദർശിത്വമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിപ്പോ വളർന്ന് വികസിച്ച് പന്തലിച്ച് പുഷ്പിച്ചു നിൽക്കുന്നു. കാണാൻ തന്നെ എന്തൊരു അതിശയ. പല സ്ഥാപനങ്ങളിലും നമുക്ക് പോയാൽ അവിടെ കുറെ കുപ്പ, ഇവിടെ കുറെ കുപ്പ, അവിടെ കുറെ അലവലാദികള്, ഇവിടെ കുറെ അലവലാദികള്. ഇത് സ്പിക്ക് ആൻഡ് സ്പാൻ. എന്തൊരു വൃത്തി, എന്തൊരു ഐശ്വര്യം, എന്തൊരു ഡിസിപ്ലിൻ. 50,000 കുട്ടികളെ ഈ 33 വർഷക്കാലത്തിനുള്ളിൽ പഠിപ്പിച്ച് പുറത്ത് ഇറക്കി ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ, അതും യത്തീമുകള്, അച്ഛനും ഉമ്മയും ഒക്കെ ഉപേക്ഷിച്ചിട്ടുള്ള കുട്ടികള്, ഒരു ആളും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവരൊക്കെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് വളരെ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നു. വളരെ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നു. I'm told now more than 1,000 students are studying from Northern India here. More than 1,000 students. This is not a small thing. It's a very big thing. This is all because of one person, one individual, one man, one leader. AP ഉസ്താദ് സത്യം പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസ വിചക്ഷണമാണ്, വലിയ എഞ്ചിനീയറുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടിടങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കാൻ ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കും. എന്തൊരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റേത് അവിടെ ഒരു കോണ്, ഇവിടെ ഒരു കോണ്, അവിടെ ഒരു മൂത്രശാല, ഇവിടെ ഒരു ഭക്ഷണശാല, മൂത്രശാലയ്ക്ക് തൊട്ട് ഭക്ഷണശാല, ഭക്ഷണശാലയ്ക്ക് തൊട്ട് ഇതൊന്നും ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് എന്തൊരു ഉൾക്കാഴ്ച, എന്തൊരു വിശാലമായ ഉൾക്കാഴ്ച. ഇതൊക്കെ ഇതിന്റെ പ്രധാന ഭാഗങ്ങളാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാന ഭാഗങ്ങളാണത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്വകാര്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ച് പൂട്ടിക്കൊണ്ട് അവർക്ക് യാതൊരു സൗകര്യവും കൊടുക്കാതെ ഗവൺമെന്റ് മാത്രം, ഏത് ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം എന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുമോ? ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ലേഖനം വായിച്ചപ്പോൾ ഈ ഇരിക്കുന്ന കാന്തപുരം, നമ്മളുടെ ബഹുമാന്യനായ കാന്തപുരം,
ഇത്ര വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാന്തപുരം കാശ്മീരിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെയുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാശ്മീരിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്? ഈസ് ദി ഓൺലി പേഴ്സൺ ഔട്ട്സൈഡ് കാശ്മീർ. ഈസ് ദി ഓൺലി ലീഡർ ഔട്ട്സൈഡ് കാശ്മീർ. കാശ്മീരിലെ കുട്ടികൾ ഇവിടെയും പഠിക്കുന്നു. മതേതരത്വം എന്ന് പറഞ്ഞാൽ പോരാ, അത് നടപ്പാക്കാൻ സാധിക്കണം. പഞ്ചസാര എന്ന് കടലാസിൽ എഴുതിയിട്ട് നക്കിയാലൊന്നും മതിരിക്കില്ല കൂട്ടരെ, അത് ചെയ്താൽ തന്നെ മതിരിക്കൂ. എല്ലാവരും ഈ രാജ്യത്ത് ഡയബറ്റീസ് ഉള്ളവരൊന്നുമല്ലല്ലോ, എന്നാൽ എല്ലാവരും ഈ രാജ്യത്ത് തീവ്രവാദികളുമല്ല. സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തിരക്കല്ല്. 4 ദിവസം മുമ്പ് ഞാൻ ഇൻഫോസിസിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ സയൻസ് പഠിക്കാൻ കുട്ടികൾക്ക് സൗകര്യം കുറവാണ്. സയൻസിലൊക്കെ PhD വളരെ കുറവാണ്. അതിനുള്ള സൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ ഉസ്താദും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനവും അദ്ദേഹം വളർത്തിയെടുത്ത ജനങ്ങളും കൊണ്ട് മാത്രമല്ലേ ഈ പ്രദേശം വളർന്ന് വികസിച്ച് പന്തലിച്ച് പുഷ്പിച്ച് ലോകത്ത് അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയത്. ഈ വിധത്തിലുള്ള സ്ഥാപനങ്ങളോടും അതിന്റെ നേതാക്കന്മാരോടും അതിന്റെ ആചാര്യന്മാരോടും അത് നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമിച്ചവരുടെ നാശമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും. അതിനൊന്നും ലോകത്തിപ്പോൾ ആളുകൾ ജനിച്ചിട്ടില്ല. ജനിക്കാതിരിക്കട്ടെ. ഇനിയും ഇത് വളരട്ടെ, പുഷ്പിക്കട്ടെ, പന്തലിക്കട്ടെ, പാവങ്ങൾക്ക് ആശ്രയമായി തീരട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. ഐ സല്യൂട്ട് AP അബൂബക്കർ മൗസലിയാർ. താങ്ക് യു. ബഹുമാന്യരായ അതിഥികൾ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മർകസ് സഖാഫത്ത് സുന്നിയ 33ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന മർകസ് സയൻസ് സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇപ്പോഴിവിടെ നടന്നത്. ഈ 3 ദിവസത്തെ സമ്മേളനത്തിൽ ഏറ്റവും മുഖ്യാതിഥിയായി വളരെ നേരത്തെ നാം പ്രതീക്ഷയോടെ കാത്തിരുന്ന ബഹുമാന്യരായ ഹിസ് എക്സലൻസി മഹാരാഷ്ട്ര ഗവർണർ ശ്രീ ശങ്കര നാരായണൻ ജി വളരെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ എത്തിച്ചേർന്ന മറ്റെല്ലാ നേതാക്കൾക്കും അതിഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തി ഈ പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു. സഖാഫി സംഗമം. അറിവനുഭവങ്ങളുടെ പുതുപാഠങ്ങളുമായി അവർ ഒത്തുകൂടി. മഹാഗുരുവിന്റെ സന്നിധിയിൽ ഒരു മഹാജനപഥത്തെ സന്മാർഗ സരണിയിലേക്ക് നയിക്കാനുള്ള പുതു ഊർജം തേടി അവർ സഖാഫികൾ ഒത്തൊരുമയുടെ ആശയതീരം സൃഷ്ടിച്ചു. സഖാഫി സംഗമത്തിൽ വിശിഷ്ടാതിഥികളായി കെ മുരളീധരൻ, KNA ഖാദർ എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ ഓരോ മഹല്ലുകളെയും കേന്ദ്രീകരിച്ച് പരിശോധിച്ചു നോക്കിയാൽ ഖത്തീബ്, സദർ ഉസ്താദ്, 2 സാധാരണ ഉസ്താദുമാര്, ഒരു മുഅദ്ദിൻ, 5 ആലിമീങ്ങളെ സാന്നിധ്യമില്ലാത്ത ഒരു ഗ്രാമം കേരളത്തിൽ ഇല്ല. ഇപ്പോഴത്തെ ഒരു മഹല്ല് എന്നത് ചുരുങ്ങിയത് 150-200 വീടുകളാണ്. ഇത്രയും ഈ 200-150 വീടുകളെ കേന്ദ്രീകരിച്ച് 5 പണ്ഡിത ശിരോമണികളുടെ സാന്നിധ്യം ഉണ്ടായിട്ട് കേരളത്തിൽ 12 ബിൽഡിങ്ങുകളുള്ള ഒരു ചെറിയ പട്ടണത്തിൽ 4 മുസ്ലിം പള്ളിയാണ്. ഇത്രയും പള്ളികൾ നമുക്ക് നിറഞ്ഞു നിന്നിട്ട് ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ചുകൊണ്ട് മെട്രോ സിറ്റികളിൽ മാത്രമല്ല കേരളത്തിന്റെ ഗ്രാമങ്ങളിലടക്കം പുതിയ തലമുറയിൽ മദ്യപിക്കുന്നവരുടെ എണ്ണം 12-13 വയസ്സാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു സദസ്സാണിത്. വിശേഷിച്ചും ദൈവവിശ്വാസികളുടെ ഒരു സംഗമത്തിലാണ് ഞാൻ ആദ്യമായി പങ്കെടുക്കുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന വിവിധ പരിപാടികളുടെ റിപ്പോർട്ടുകളൊക്കെ പത്രത്തിൽ വായിച്ചപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടായി.
ദൈവവിശ്വാസികളുടെ ഒരു സംഗമം. പ്രത്യേകിച്ച് നമുക്കറിയാം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ